നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ ഈ ധൈര്യം ഉണ്ടാവണം. അവൻ മോശമാണെങ്കിൽ അവനാണ് മാറി നിൽക്കട്ടെ, പരിഗണിക്കരുത് അവനെ. അവനാര്? നമ്മൾ നമ്മുടെ വിശുദ്ധി കാത്ത് സൂക്ഷിക്കുക. ഈ നാറിയതും കെട്ടതും കൈ പിടിച്ചടക്കേണ്ട കാര്യം എന്താ? അതാവുന്നിടത്ത് നമ്മൾ നാറൂലേ? ചാരിയത് മണുക്കും, ചന്ദനം ചാരിയ ചന്ദനം മണുക്കും, ചാണകം ചാരിയ ചാണകം മണുക്കൂലേ? നിങ്ങൾ എന്തിനാ ചാണകത്തെ ചാരാൻ പോണത്? ചന്ദനം ഉണ്ടെങ്കിൽ ചാരിക്കോ, ഇല്ലെങ്കിൽ ചാരണ്ട, സ്വതന്ത്രമായിട്ട് നിൽക്ക്. അങ്ങനെയൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ കണ്ടതിൻ്റെ ഒക്കെ പിന്നാലെ നടക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് പോയിട്ട് അവിടെ പോയി കവാത്ത് മറന്ന് കയറി പിടിച്ച് മുത്തി എന്തോ ഒരു മഹബത്താണ് കാണിക്കുന്നത്. നാണായിപ്പോവും കാണുമ്പോൾ. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധിയാണ് പ്രധാനം. ആ വിശുദ്ധിയാണ് വിജയത്തിന് നിദാനം. അതാണ് ബദരീങ്ങൾ. അവർ വിശുദ്ധര, ആയുധമില്ല, നിസ്സഹായര, മെലിഞ്ഞവർ, മെലിഞ്ഞുണങ്ങിയവർ, മരുപ്പറമ്പിൻ്റെ തീവ്രതയെ അതിജയിക്കാൻ പ്രയാസപ്പെടുന്നവർ. അവർ വിശുദ്ധരായപ്പോൾ അള്ളാൻ്റെ സഹായം ഉണ്ടായി. നമ്മൾ വിശുദ്ധരല്ല. നമുക്ക് വിശുദ്ധി വർത്താനത്തിലേ ഉള്ളൂ. നമുക്ക് വിശുദ്ധി ഇല്ല. കെട്ടതും ചീഞ്ഞതും നാറിയതും വൃത്തികെട്ടതും കുഫറും ഷിർക്കും ബിദ്അത്തും ജാഹിലിയത്തും എല്ലാം ഏറ്റ് നിഫാക്കും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടർക്ക് അള്ളാൻ്റെ സഹായം കിട്ടൂല. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക, യൻസുറുക്കും, അവൻ നിങ്ങളെ തിരിച്ച് സഹായിക്കും, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾക്ക് ഈ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ അവൻ സഹായം നൽകും എന്ന് അള്ളാഹ് വാഗ്ദാനം ചെയ്തു. എങ്കിൽ ആ വാഗ്ദാനമാണ് വല്ലാഹു യുഅയ്യിദു ബിനസ്രി എന്നീ ആയത്ത് പറഞ്ഞില്ലേ? വല്ലാഹു യുഅയ്യിദു ബിനസ്രി, അവൻ്റെ നസ്ർ, അവൻ്റെ പിന്തുണ, അവൻ്റെ വിജയം, അവൻ്റെ സഹായം, അവൻ്റെ രക്ഷ. അതുകൊണ്ടാണ് അവൻ ബദറിലെ ബദരീങ്ങളെ വിജയിപ്പിച്ചത്. അത് കിട്ടാൻ അർഹരാകണം നമ്മൾ. അപ്പോഴേ ഇപ്പോഴും വിജയിക്കൂ. അപ്പൊ കാഫിരീങ്ങളോട് വലിയ വർത്താനം പറഞ്ഞത് ചാടി വെട്ടി, ആടി വെട്ടി, മറിഞ്ഞു വെട്ടി, വെട്ടി വെട്ടി വെട്ടിയെന്ന് ബദറും ഉഹുദും കിസ്സപ്പാട്ടും പാടിയിട്ട് അങ്ങനെ കേട്ട് ഹരം കൊണ്ടാൽ പോരാ. ആ വെട്ടുന്നവർ എണ്ണത്തിൽ കുറവായിരുന്നു. അവർ വെട്ടാൻ യോഗ്യരാ. അവർ വെട്ടിയപ്പോൾ അവർ മാത്രമല്ല വെട്ടിയത്, അവരെ കൂടെ അള്ളാന്റെ മലക്കുകൾ വെട്ടി. അവരുടെ വെട്ട് കൊള്ളേണ്ടത് കൊണ്ടത് അവരുടെ കഴിവ് കൊണ്ടല്ല, അള്ളാഹ് കൊള്ളിച്ചതാ. മാ റമൈത ഇത് റമൈത, പ്രവാചകരെ അങ്ങ് അമ്പെയ്തപ്പോൾ അങ്ങല്ല അമ്പെയ്തത്. പ്രവാചകരെ അങ്ങയുടെ സഹാബൈക്ര അമ്പെയ്തപ്പോൾ അവരല്ല അമ്പെയ്തത്, നമ്മുടെ സൈന്യമാണ് അമ്പെയ്തത്. ഇവർ തൊടുത്തു വിടുന്ന അസ്ത്രം കൊള്ളേണ്ടത് കൊള്ളിച്ചത് അള്ളയാണ്. അതിന് മാത്രം അർഹരാകാൻ, സഹായത്തിന് അർഹരാകാൻ പറ്റുമോ? എങ്കിലേ ഇസ്ലാമിൻ്റെ പേര് പറയണം, അല്ലെങ്കിൽ നിർത്തിയിട്ട് പോകണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ നിങ്ങളങ്ങ് ചിന്തിക്കുക. അപ്പോഴേ ഇസ്ലാം മനസ്സിലാകൂ. അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബദരീങ്ങളുടെ ജീവിത വിശുദ്ധിയായി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് കരുത്ത് പകരട്ടെ. വെക്കേണ്ടവരെ വെക്കേണ്ടിടത്ത് വെച്ച് ഇസ്ലാമിൻ്റെ ശൈലി സ്വീകരിച്ചുകൊണ്ട് ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ ഈമാൻ മുറുകെ പിടിച്ച് ഇസ്ലാമിൻ്റെ ശരിയായ പാതയിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൻ്റെ ഇടം, ആർജവം, കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ശരിയായ പാതയിൽ നമ്മെ എല്ലാവരും ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. തിരിച്ചറിവിൻ്റെ ഇസ്ലാമിക പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, തിരിച്ചറിവിൻ്റെ ഖുർആനിക പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ അറിവിൻ്റെ ബലത്തിൽ ജീവിത വിശുദ്ധിയോടെ തുടരാൻ, ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഅയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫി ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.